സംസ്ഥാനത്ത് വോട്ടെണ്ണലിന് ഇനി 5 ദിവസം. എക്സിറ്റ് പോൾ സർവേ ഫലങ്ങൾ ഇന്ന് പുറത്തുവരും. 5ലധികം സർവേ ഫലങ്ങളാണ് പുറത്തുവരുന്നത്. വൈകിട്ട് 6:30 വിവിധ ഏജൻസികളുടെ ഫലങ്ങൾ വന്നു തുടങ്ങും. വോട്ട് വൈബ് തെരഞ്ഞെടുപ്പ് ഏജൻസി നടത്തിയ എക്സിറ്റ് പോൾ ഫലം ന്യൂസ് 18 ഇന്ന് വൈകിട്ട് 6:30 മുതൽ കാണാം. തെരഞ്ഞെടുപ്പ് നടന്ന 5 സംസ്ഥാനങ്ങളിലെയും എക്സിറ്റ് പോളാണ് ഇന്ന് പുറത്തുവിടുന്നത്. വോട്ടെടുപ്പ് കഴിഞ്ഞ് 20 ദിവസങ്ങൾക്ക് ശേഷമാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തുവരുന്നത്. രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ പൊതുവിൽ എക്സിറ്റ് പോളുകളെ സ്വീകരിക്കാറില്ല, അല്ലെങ്കിൽ അതിന്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാറുണ്ട്. പക്ഷേ വളരെ ആകാംക്ഷയോടുകൂടി തന്നെയാണ് ഇങ്ങനെ തള്ളിപ്പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതൃത്വങ്ങൾ തന്നെ എക്സിറ്റ് പോളുകളെ കാത്തിരിക്കുന്നതെന്നാണ് വസ്തുത. പ്രീ പോൾ സർവേകളിൽ ഒരു മുന്നണിക്കും കൃത്യമായ ഒരു എഡ്ജ് നൽകിയിരുന്നില്ല. ചെറിയ മുന്നേറ്റം ചില സർവേകൾ ഇടതുമുന്നണിക്ക് പ്രവചിച്ചപ്പോൾ മറ്റു ചില സർവേകളാകട്ടെ UDFന് അധികാരത്തിൽ വരാൻ ചെറിയ ഭൂരിപക്ഷത്തോടുകൂടി, ചെറിയ മെജോറിറ്റിയോടുകൂടി അധികാരത്തിൽ വരുമെന്ന പ്രവചനമാണ് പ്രീ പോൾ സർവേകളിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോളുകൾ എന്താകുമെന്ന വലിയ ആകാംക്ഷ പൊതുവിൽ രാഷ്ട്രീയ കേരളത്തിലുണ്ട്, രാഷ്ട്രീയ കേന്ദ്രങ്ങളിലുണ്ട്. എക്സിറ്റ് പോളുകൾ പ്രീ പോൾ സർവേകളേക്കാൾ കുറച്ചുകൂടി ആക്യുറേറ്റ് ആയി കൃത്യമായിരിക്കുമെന്നതുകൂടിയാണ് നേരത്തെയുള്ള ചരിത്രം സൂചിപ്പിക്കുന്നത്. വോട്ടെടുപ്പിന് ശേഷം കൃത്യമായ വിവരങ്ങൾ വോട്ടർമാർ ലഭ്യമാക്കാൻ തയ്യാറാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എക്സിറ്റ് പോൾ സർവേകൾ കുറച്ചുകൂടി ആധികാരികമായിരിക്കും. 2021 സർവേകൾ 11 സർവേകളാണ് സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഉണ്ടായത്. അതിൽ 6 എണ്ണവും ഇടതുമുന്നണിക്ക് വലിയ മുന്നേറ്റം പ്രവചിച്ചവയാണ്. 77 മുതൽ 120 സീറ്റുകൾ വരെ പ്രവചിച്ച എക്സിറ്റ് പോളുകൾ 2021 ഉണ്ടായിരുന്നു. എന്നാൽ 99 സീറ്റ് നേടി ഇടതുമുന്നണി അധികാരത്തിൽ വന്നു. അന്നും ഇടതുമുന്നണി നേതൃത്വം എക്സിറ്റ് പോളുകളെ ആ രീതിയിൽ സ്വീകരിച്ചതിന്, അല്ലെങ്കിൽ എക്സിറ്റ് പോളുകൾ മുഴുവൻ ശരിയെന്ന നിലപാട് എടുത്തതിന് കാരണം എക്സിറ്റ് പോളുകൾ പ്രവചിച്ച ഫലത്തിന് വിരുദ്ധമായി പലയിടങ്ങളിലും ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിഞ്ഞു. ഇന്നലെയും മുഹമ്മദ് റിയാസിനെ പോലെ നേതാക്കൾ പറഞ്ഞതുപോലെ എക്സിറ്റ് പോളുകൾ ശരിയായിരുന്നുവെങ്കിൽ ഞാൻ ഇത്തവണ MLA പോലും കഴിഞ്ഞ തവണ ആകുമായിരുന്നില്ല എന്ന് മുഹമ്മദ് റിയാസ് പറഞ്ഞു. അങ്ങനെ ചില മണ്ഡലങ്ങളിലെ എക്സിറ്റ് പോൾ ഫലങ്ങളെ ഇടതുമുന്നണി ഇപ്പോഴും ചോദ്യം ചെയ്യുന്നുണ്ട്. കോൺഗ്രസും എക്സിറ്റ് പോളുകളെ പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. 2011 എക്സിറ്റ് പോളുകൾ അതേപടി സംസ്ഥാനത്ത് സംഭവിച്ചില്ല എന്നാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. ഇത്തവണ ഏത് സാഹചര്യത്തിലും 80 സീറ്റുകൾ നേടി അധികാരത്തിൽ വരുമെന്ന് UDF ഉറപ്പിക്കുന്നു. ഇടതുമുന്നണിയിൽ ഏറ്റവും അധികം ആത്മവിശ്വാസം തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പുലർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. 75 കുറയാത്ത സീറ്റ് നേടി ഇടതുമുന്നണി അധികാരത്തിൽ വരുമെന്ന് അദ്ദേഹം ഉറപ്പിക്കുകയാണ്. എന്നാൽ മറ്റു നേതാക്കൾക്ക് ആ ആത്മവിശ്വാസമില്ല. 30 സീറ്റുകളോളം തോൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ 30 സീറ്റ് തോൽക്കുമ്പോൾ 69 എന്ന സംഖ്യയിലേക്ക് എത്തും. വീണ്ടും 2 സീറ്റ് വേണം. 10-15 സീറ്റുകളിൽ കടുത്ത പോരാട്ടമുണ്ടെന്ന് ഇടതുമുന്നണി സമ്മതിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ഭരണം കിട്ടുമെന്ന പ്രതീക്ഷയാണ് മാത്രമാണ് ഇടതുമുന്നണിക്കുള്ളത്. എന്നാൽ മുഖ്യമന്ത്രി ഏത് സാഹചര്യത്തിലും ഭരണം ഉറപ്പിച്ചാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. BJPക്കാകട്ടെ ഇത്തവണ നിർണായക ശക്തിയായി മാറുമെന്ന വലിയ പ്രതീക്ഷയാണ് ഉള്ളത്. നേമത്തും കഴക്കൂട്ടത്തും അവർ വിജയം ഉറപ്പിക്കുന്നു. അത്ഭുതങ്ങൾ സംഭവിച്ചില്ലെങ്കിൽ മഞ്ചേശ്വരം ജയിക്കാമെന്ന് കണക്കുകൂട്ടുന്നു. കടുത്ത ത്രികോണ പോരാട്ടത്തിനൊടുവിൽ പാലക്കാടും ജയിച്ചു കയറാം, ചാത്തന്നൂറും അനുകൂല ഫലമുണ്ടാകാം. അങ്ങനെയെങ്കിൽ 5 സീറ്റ് വരെ നേടാനാകുമെന്നൊരു പ്രതീക്ഷ BJP കേന്ദ്രങ്ങൾക്കുമുണ്ട്. LDFും UDFും കടുത്ത പോരാട്ടം, ഇഞ്ചോടിഞ്ച് പോരാട്ടം വന്നാൽ 5 തങ്ങൾ നേടുന്ന സീറ്റുകൾ നിർണായകമായി മാറും, ഭരണം നിശ്ചയിക്കുന്ന ശക്തിയായി മാറുമെന്ന പ്രതീക്ഷ ഈ ഘട്ടത്തിലും BJP മുന്നോട്ട് വയ്ക്കുന്നു. അതായത് ഈ മുന്നണി നേതൃത്വങ്ങൾ പൊതുവിൽ എക്സിറ്റ് പോളുകളെ പരസ്യമായി തള്ളിപ്പറയുമ്പോഴും എക്സിറ്റ് പോളുകൾ എന്ത് പറയും, എന്ത് പ്രവചിക്കുമെന്ന വലിയ ആകാംക്ഷ രാഷ്ട്രീയ നേതൃത്വങ്ങളിലും സ്ഥാനാർത്ഥികളിലും മുന്നണി നേതൃത്വങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ് വാസ്തവം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.